ഹായ്, ലാലേട്ടൻ്റെ ദൃശ്യം 3 റിലീസാവാൻ ഇനിയും 8 ദിവസങ്ങൾ ബാക്കി. സിനിമയുടെ ബുക്കിംഗ് കളക്ഷൻ 8 കോടി കടന്നിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 8 കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നു ബുക്കിങ്ങിലൂടെ മാത്രം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3.5 കോടിക്കടുത്ത് സിനിമ എത്തി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട് റിലീസിങ്ങിന്. അപ്പോൾ ഈ സിനിമയുടെ കളക്ഷൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ അത് വേറെ ലെവലാവും എന്ന് എല്ലാവർക്കും അറിയാം. അതായത് 8 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ 8 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. സാധാരണ ഒരു സിനിമ ഫൈനൽ പ്രീസെയിലായിട്ട് 8 കോടി നേടിയെടുത്താൽ അത് വലിയൊരു കളക്ഷനായിട്ടാണ് കൂട്ടുക. ഇവിടെ 8 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു കളക്ഷൻ എത്തി നിൽക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കളക്ഷൻ അത് തള്ളാണ് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമാ കാഴ്ച എന്നൊരു യൂട്യൂബ് ചാനൽ, ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് മുൻപ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളി ഇത് ആന്റണി പെരുമ്പാവൂരിന്റെ തള്ളാണ് എന്നുള്ളതാണ് പറയുന്നത്. എമ്പുരാന്റെ കളക്ഷൻ, അതായത് എമ്പുരാന്റെ ബുക്കിംഗ് കളക്ഷൻ ബുക്ക് മൈ ഷോയും ആന്റണി പെരുമ്പാവൂരും തമ്മിൽ നടത്തിയ വലിയ തള്ളാണ് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇവറ്റങ്ങൾക്ക് ഈ മോഹൻലാലിന്റെ സിനിമകൾ കളക്ഷൻ നേടുന്നത് അത്രയ്ക്കങ്ങ് സൂഹിക്കുന്നില്ല. മോഹൻലാലിന്റെ ഏത് സിനിമ 100 കോടി നേടിയാലും അതെല്ലാം തള്ളാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ട്രാക്കിംഗ് ഉണ്ട്. അതിലൂടെ പറയുന്ന കണക്ക് മാത്രമേ മോഹൻലാലിന്റെ സിനിമകൾക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ട്രാക്കിങ്ങിലൂടെ പറഞ്ഞ കളക്ഷൻ തന്നെയാണ് എമ്പുരാന്റെ ഫൈനൽ കളക്ഷൻ ആയിട്ടും പറഞ്ഞിട്ടുള്ളൂ, 266 കോടി. അല്ലാതെ അവർ തള്ളിക്കയറ്റിയതൊന്നുമല്ല. പിന്നെ 300 കോടിക്ക് മുകളിൽ എമ്പുരാൻ നേടിയെടുത്തു എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നേടിയെടുത്തിട്ടില്ല എന്ന്. എമ്പുരാൻ 300 കോടിക്ക് മുകളിൽ എങ്ങനെ നേടിയെടുത്തു എന്ന് അതിന്റെ ആ പോസ്റ്ററിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ബിസിനസ് കളക്ഷനും ചേർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റുള്ള ബിസിനസ്സും ചേർത്ത് സിനിമയ്ക്ക് 300 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനായി എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് തിയേറ്റർ കളക്ഷൻ അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനുള്ളൊരു ബോധം ഇവറ്റങ്ങൾക്ക് വേണം. റിലീസിന് 8 ദിവസം മുൻപേ ഇത്രയും കളക്ഷൻ അതൊരിക്കലും സംഭവിക്കില്ല, അത് മൊത്തം തള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതായത് ഈ സിനിമാ കാഴ്ചയിൽ ഈ പുള്ളി അധികം വിവരമൊന്നുമില്ലാത്ത, അതായത് സിനിമയെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ഈ ചങ്ങാതി ഇത്രയും ദിവസം മുൻപ് ഇത്രയും കളക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് 2 കോടിയോ 3 കോടിയോ കളക്ഷൻ കിട്ടിയാൽ അത് വലിയൊരു കാര്യമായിട്ടാണ് പുള്ളി കൊണ്ട് നടക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമകൾ തള്ളാറില്ല എന്നുള്ള തരത്തിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. മമ്മൂട്ടിയുടെ സിനിമകളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി വലിയ പ്രശ്നമാക്കി മാറ്റും. ബസൂക്ക എന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് അവസാന 20 മിനിറ്റ് അത് വേറെ ലെവലാണ്, വേറെ ലെവൽ തരംഗമാണ്, ഞെട്ടിത്തരിക്കും ഇന്ത്യൻ സിനിമാ ലോകം, ലോക സിനിമാ ലോകം ഞെട്ടിത്തരിക്കും എന്നൊക്കെയാണ്. അവസാനം പടം ഇറങ്ങി, പടം കഴിഞ്ഞപ്പോഴും പുള്ളി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്റർവെല്ല് വരെ രോമാഞ്ചം, അത് കഴിഞ്ഞാലും രോമാഞ്ചം, അവസാനം 20 മിനിറ്റ് തിയേറ്ററിന്റെ മുകളിൽ കയറി നിന്ന് കണ്ടു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഗംഭീരം, അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞ് പുള്ളി വീഡിയോ ചെയ്തു. അതിനുശേഷം കോക്കിന്റെ റിവ്യൂ വന്നു. കോക്ക് എടുത്തിട്ടിളക്കി ബസ്സിൽ നിന്ന് ഊക്ക് വാങ്ങുന്ന ഇക്ക ബസൂക്ക എന്നൊക്കെ ആക്കി മാറ്റി കോക്ക്. അപ്പോൾ കോക്കിന്റെ റിവ്യൂ മോശമാണ്, കോക്ക് എയറിലാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു. പടം വേറെ ലെവൽ തരംഗമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പടം 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞ് ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ചത്താപ്പച്ച എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോൾ പ്രേക്ഷകരെല്ലാവരും എടുത്തിട്ടിളക്കി. ഈ പറയുന്ന അശ്വന്ത് കോക്കും എടുത്തിട്ടിളക്കി. പക്ഷെ ഈ പുള്ളി മാത്രം ഗംഭീരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതും ഇതേ അവസ്ഥ. അതിനെക്കുറിച്ച് റിവ്യൂ ഇട്ട പലരെയും പുള്ളി എയറിലാക്കി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എയറിൽ ആരാണ് ആയത് എന്ന് സിനിമ കണ്ട ഓരോ വ്യക്തികൾക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. ഇപ്പോൾ ലാസ്റ്റ് റിലീസായ പാട്രിയറ്റ്, ഈ സിനിമയെക്കുറിച്ചും പുള്ളി ഇത് തന്നെയാണ് പറഞ്ഞത്. ഗംഭീരം, അതിഗംഭീരം, ഒരു രക്ഷയില്ല. സിനിമ മോശം സിനിമയൊന്നുമല്ല, പുള്ളി പറയുന്നത് പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് പുള്ളിയുടെ അഭിപ്രായമാണ്, അതൊക്കെ പുള്ളിക്ക് പറയാം. അശ്വന്ത് കോക്കിന് സിനിമ ഇഷ്ടമായില്ല, അശ്വന്ത് കോക്ക് അതിനെ എടുത്തിട്ട് അലക്കി. അപ്പോൾ പുള്ളി വീണ്ടും അശ്വന്ത് കോക്ക് എയറിലാണ് എന്ന് പറഞ്ഞ് പുള്ളി വീണ്ടും വീഡിയോ ഇട്ടു, ആ വേട്ടാവളിയൻ എയറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അവസാനം എന്ത് സംഭവിച്ചു? സിനിമയും പൊട്ടി. അത് അശ്വന്ത് കോക്കിന്റെ കുഴപ്പമല്ല, സിനിമ വേണ്ടത്ര മികച്ച രീതിയിൽ അവർക്ക് എടുത്തു വെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് സിനിമ പരാജയപ്പെടുന്നത്. അശ്വന്ത് കോക്ക് മോശം പറഞ്ഞ പല സിനിമകളും ഇവിടെ വലിയ വിജയമായിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പാട്രിയറ്റ് പ്രതീക്ഷിച്ച കളക്ഷൻ നേടാത്തത് കൊണ്ട് തന്നെ പുള്ളിക്ക് വലിയൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് മോഹൻലാലിന്റെ ഒരു സിനിമയും വലിയ കളക്ഷനിലേക്ക് പോവില്ല, അതെല്ലാം തള്ളാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ട്രാക്കേഴ്സ് കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഉൾപ്പെടെ എല്ലാം ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. പുള്ളി പറയുന്നത് ട്രാക്കേഴ്സും തള്ളാണ്, എല്ലാവരും തള്ളാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും വലിയ തള്ള് ഈ പുള്ളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമകളെ അങ്ങ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു സിനിമയും പച്ച പിടിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് മമ്മൂക്ക മികച്ച നടനാണ്. എനിക്ക് മമ്മൂക്കയുടെ ഒരു ദേഷ്യമില്ല. മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിച്ച് കാണണം, മികച്ച കളക്ഷൻ നേടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതുപോലുള്ള ഓൾ ഓഫ് ഫാൻസ് ഉണ്ട്. അവരാണ് ഈ പറയുന്ന മമ്മൂക്കയുടെ സിനിമകളെ
ഇല്ലാതാക്കി മാറ്റുന്നത്. ഓരോ ആവറേജ് സിനിമയെയും ഗംഭീരം അതിഗംഭീരം എന്ന് പറഞ്ഞ് പുകഴ്ത്തി അങ്ങ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും. പ്രേക്ഷകർ സിനിമ കാണാൻ വരുന്നു, ആ പുകഴ്ത്തുന്നതിന്റെ ഒരംശം പോലും ആ സിനിമയിലില്ല എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് പല സിനിമകളും മൂക്കുകുത്തി താഴെ വീഴുന്നത്. എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് 100 കോടി ഇല്ല? ഇവറ്റങ്ങളുടെ ഇത്തരം ഡയലോഗാണ് മമ്മൂട്ടിക്ക് 100 കോടി കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ദൃശ്യം 3 വേറെ ലെവൽ തരംഗത്തിലേക്കാണ് പോകുന്നത്. സിനിമ ഫസ്റ്റ് ഡേ എന്തായാലും 50 കോടിക്ക് മുകളിൽ നേടിയെടുക്കും. അത് തള്ളാണ് എന്ന് പറഞ്ഞ് ഇനി ഇവറ്റങ്ങളുടെ കരച്ചിൽ കേൾക്കാം. എന്തായാലും മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയിൽ ഒരു ചവിട്ടുപടി കൂടി ദൃശ്യം 3 വേറെ ലെവൽ തരംഗമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.